നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ സ്പെഷ്യൽ ഹരിയാലി ചിക്കൻ, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം മിക്സിയിൽ അടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 5-6 നട്ട്സ് വെച്ചിട്ടുണ്ട്. ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മസാല ഇടുന്നത് കയ്യിലിരിക്കുന്നുണ്ട്. ജീരകപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇനി അതിൻ്റെ കളർ മാറുമോ, കറയുള്ളത് ഇനി റെഡാവോ നമുക്ക് നോക്കാം. ഹരിയാലി ചിക്കനും നെയ്ച്ചോറുമാണ്. കൂടാതെ വേറെ ഉണ്ട്, ഹരിയാലി ചിക്കൻ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നെയ്ച്ചോറ്, ഇത് നമ്മൾ ചിക്കൻ കറി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ നല്ല ചള്ളാസ് ഉണ്ട്. എല്ലാം സൂപ്പറായിട്ടാണ്. കൂടാതെ നമുക്ക് കടല, നല്ല കടല പുഴുങ്ങിയതുണ്ട്. എല്ലാം വളരെ സൂപ്പറായിട്ടുള്ളൊരു ഭക്ഷണമാണ്. ചിക്കൻ്റെ സ്ഥിതി എന്തൊക്കെയായി നോക്കാൻ നമുക്കൊന്നും. എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി മസാല ഇടാൻ സമയമായോ. ഒരു ചിക്കനിൽ നമുക്ക് മസാല ഇടാനായി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, 4 ടീസ്പൂണ് പെരുംജീരകപ്പൊടിയാണ്, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, ഇതൊന്ന് പെരുംജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും മസാലകളൊന്നും ആവശ്യം. നല്ലോണം ഇളക്കി കൊടുക്കുക, നല്ലോണം മിക്സാവണം. ഇത് ടോട്ടലാണ്. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാക്കാനുള്ളത്. ഹരിയാലി ചിക്കൻ തിന്ന് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഇപ്പോൾ നമ്മൾ ഹരിയാലി ചിക്കൻ്റെ കളർ ഒന്നുംപാടം മാറി വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് മേലോട്ട്. ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ ഇടാൻ പോവാം. ഇത് ചിക്കൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് 2 പേർക്ക് കഴിക്കാനുള്ള മാത്രമാണ്, 2-3 പേർക്ക്. ബാക്കി ചിക്കൻ കറി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലോണം മിക്സ് ആക്കണം. ചിക്കൻ ഹരിയാലി നല്ലോണം മിക്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ലേശം ചുടുവെള്ളം, തണുത്ത വെള്ളം ഒഴിക്കരുത്. തണുത്ത വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാം വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിതൊരു 10 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് വെന്തതിന് ശേഷം ബാക്കി കാണാം. ഇത് കുറഞ്ഞ് ഒന്ന് ചെറുങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ മേലെ കൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കൂടെ ഒന്നും ഇടണ്ട. കുറച്ചൊന്ന് മൂടി വെച്ച് തിളയ്ക്കുമ്പോൾ കറിവേപ്പില മേലെ ഇട്ടിട്ട് പിന്നെ നമുക്ക് മൂടി വെക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതാ ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിലിപ്പം മൊബൈലായതുകൊണ്ടേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സൈഡിൽ വെക്കുകയാണ്. 1 മിനിറ്റ്. വാ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പ്ലേറ്റോട്ട് വിളമ്പി കഴിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയറും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.